ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്കില്ലാണ്. നിരവധി ലീഡർഷിപ്പ് സ്കില്ലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നമുക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ല് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ ശരിയായ വിധം നയിക്കാനും അതിൻ്റെ വളർച്ചയിലേക്ക് നമുക്ക് എല്ലാവരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പം നമുക്ക് ശരിയായ ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുകയും ഒരു യൂണിഫോമിറ്റിയും ഒരു ഡയറക്ഷനും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് സ്കിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പീപ്പിൾ സ്കില്ലാണ്. നമുക്ക് പീപ്പിൾ കെയർ ആണ്. നമ്മുടെ കൂടെ ഉള്ളവരെ കെയർ ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മാനസികവും അല്ലാതെയുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും ഉള്ള ഒരു കെയർ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നമ്മൾ അവരെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ശരിയായ ഒരു സ്ഥാപനം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പീപ്പിൾ കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അതിന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം. ഇനി രണ്ടാമത്തെ ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫോർസൈറ്റ് ആണ്. നാം നമ്മുടെ സ്ഥാപനത്തെ നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ ശരിയായ വിധം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജിക് ഫോർസൈറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത് സ്പീക്കിംഗ് പ്രസൻസ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ബോധത്തോടു കൂടിയും സ്വബോധത്തോടു കൂടിയും സംസാരിക്കാൻ സാധിക്കണം. നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. വളരെ അധികം ഓവറായിട്ട് സംസാരിക്കുകയോ തീരെ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പിന് ചേർന്ന കാര്യമല്ല. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയറായി വളരെ ബോധപൂർവം അവെയറായി നമ്മുടെ ആശയത്തെപ്പറ്റി വളരെ ബോധപൂർവം നമ്മൾ സംസാരിക്കണം. പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് മറ്റൊരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് റൈറ്റിംഗ് സ്കിൽ. നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും എഴുതി ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ എഴുതി അയച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. റിസീവ് ചെയ്യുന്ന ആൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആ പ്രവൃത്തിയിൽ ഏർപ്പെടും. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൂഫായിട്ട് തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എഴുതി കൊടുക്കുക എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അതോടൊപ്പം നമ്മൾ വളരെ ആലോചിച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതാണ്. മറ്റൊരു കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കേൾക്കുക എന്നുള്ളത്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ ശരിയായ വിധം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെയുള്ളതാണ് ഫോക്കസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തന്ത്രങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നിവ ശരിയായ പ്രവർത്തന പഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ടീം അംഗങ്ങളുടെയും പ്രവൃത്തിയിൽ നമ്മളുടെ ആ സ്ട്രാറ്റജി, തന്ത്രങ്ങൾ, ഭാവിയെപ്പറ്റിയുള്ള നമ്മുടെ അവയർനെസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തി നമ്മളെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഫോക്കസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെയുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപാട് ചവിട്ടി നീട്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് വളരെ ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ വളരെ പഠനം നടത്തി വേണം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് വേണം അപ്പോൾ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു സമയം അതിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. പിന്നെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. നമുക്കൊരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. പിന്നെ ഉള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത് നമുക്ക് ടീമിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡും ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ മായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവിടെ ഒരു ടീം ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഉള്ളത്
നമ്മുടെ സിസ്റ്റത്തെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ ആൾറെഡി ഉണ്ടായിരിക്കും, അതിനെ എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് വളരുകയുള്ളൂ. ഇത്രയാണ് ഒരു ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു ശരിയായ വിധം ഒരു ബിസിനസ്സോ സ്ഥാപനമോ ശരിയായ വിധം നടത്തിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് വേണ്ട ലീഡർഷിപ്പ് സ്കിൽസാണ് പറഞ്ഞത്. പീപ്പിൾ കെയർ, സ്ട്രാറ്റജിക് ഫോർസൈറ്റ്, സ്പീക്കിംഗ് പ്രസൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഫോക്കസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ടീം മാസ്റ്റർ മൈൻഡ്, സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ. ഈ 8 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധി ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.